ബാക്ക് ടു അനദർ വീഡിയോ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. സോ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഫ്ലവർ ചെയ്യുന്നത്. സോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എക്സ്പീരിയൻസ് തന്നെ പറയാമെന്ന് വിചാരിച്ചു. കാരണം കുറേ ആൾക്കാർ പറഞ്ഞു ചേച്ചി സ്റ്റോറി പറ, അനുഭവം പറ. ഞാൻ അങ്ങനത്തെ വീഡിയോ ഞാൻ പറഞ്ഞില്ല. എൻ്റെ അനുഭവമായിട്ട് ഞാൻ ഒന്നും പറഞ്ഞില്ലായിരുന്നു. പിന്നെ അതിന് ശേഷം 2 വീഡിയോയ്ക്ക് ശേഷം ഞാൻ കമൻറ്റാണ് വായിച്ചത്. സോ ഇന്ന് ഞാൻ മറ്റേ സ്റ്റോറി പോലെ ഇങ്ങനെ ഫുള്ളായിട്ട് പറയുന്നില്ല. ഞാൻ 2-3 ഇൻസിഡൻസ് പറയാം. ഓക്കെ. സോ ഫസ്റ്റ് ഇൻസിഡൻറ്റ് എന്തെന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല സംഭവം എന്താണെന്ന്. ഈ പണ്ട് നമ്മൾ ട്രിവാൻഡ്രം നിന്ന ടൈമിൽ നമ്മളങ്ങോട്ട് തിരുവല്ലയിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പോകണം എന്നുള്ള രീതിക്കായി. അപ്പം അവിടെ പോയി ആദ്യം വീട് കണ്ടുപിടിക്കണമല്ലോ. അപ്പം ഇവർ അമ്മയും അച്ഛനും കൂടെ പോയെന്ന് വന്നപ്പം അമ്മയാണ് ആരോ 2 പേരും കൂടെ ഒരുമിച്ചാണ് പോയെന്ന്. ആ ടൈമിൽ ഇവർ വീടിൻ്റെ എല്ലാം ഫോട്ടോ എടുത്തിട്ട് എനിക്ക് കൊണ്ടുവന്നിട്ട് കാണിക്കുമോ. ഓക്കെ, ഓരോ വീട് ഇതാണ് വീടിങ്ങനെ. അപ്പോൾ ഒരു വീട് കാണിച്ചപ്പം ആ വീടിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. മുകളിൽ ടെറസിൻ്റെ മുകളിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഫോട്ടോയ്ക്കകത്ത് വന്നിട്ട് ഒരു വൈറ്റ് കളറ് ഡ്രസ്സ് ഇട്ടിട്ട് ഒരാൾ നിൽക്കുന്നു ഒരു ഫോട്ടോയിൽ. അടുത്ത ഫോട്ടോയിൽ ആളവിടെ ഇരിക്കുന്ന പോലത്തെ രീതിയിൽ എന്ന് പറയുമ്പോൾ വൈറ്റ് ഷാഡോ മനസ്സിലായി. പക്ഷേ ആ ഡ്രസ്സ് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. ഒരു ജുബ്ബ ടൈപ്പാണ്. ജുബ്ബ ഇട്ടിട്ട് നിൽക്കുന്ന പോലെ ഒരിത് ആ ഫോട്ടോയിൽ കറക്റ്റ് കാണാൻ പറ്റി. അത് കണ്ടുപിടിച്ച ഞാൻ, അതാണ് ഏറ്റവും വലിയ പ്രോബ്ലം. കാരണം അത് സൂം ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് ഷാഡോ കാണാൻ പറ്റും. അത് കറക്റ്റായിട്ട് ഒരാൾ ഇരിക്കുന്നത്. അതെങ്ങനെയെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ ഇന്ന് അവിടെ എന്തോ അവരുടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ആരും അവിടെ സൂസൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു, തൂങ്ങി മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ആ വീട്ടിലെന്തോ. രണ്ടാമത്തെ ഇൻസിഡൻറ്റ് വന്നത് ഞാൻ പറയട്ടെ. ഫസ്റ്റ് ഇതിൽ ഞാൻ പറഞ്ഞില്ലേ ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് നമ്മൾ വച്ചുകൊണ്ടിരുന്നത്. കാരണം സൂബി നോക്കുമ്പോൾ കറക്റ്റ് ആൾ കാണാൻ പറ്റുന്നുണ്ട്. മനസ്സിലായി. ഒരു എന്താ 28-നകത്തൊക്കെ ഒരു ഏജ്. ഓക്കെ. സോ രണ്ടാമത്തെ ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കൊല്ലത്ത് നിന്നപ്പോഴാണ്. എനിക്കൊന്നും ഞാൻ കൊല്ലത്തുള്ളപ്പോഴാണ് കൂടുതൽ. ഓരോ വീട് മാറുന്തോറും ഓരോരുത്തർ ഓരോ ഇതുണ്ട്. അപ്പം ലാസ്റ്റ് ഇപ്പം നിന്ന ഫ്ലാറ്റിൽ ഒരു 4 ഫ്ലോർ അല്ലേ, 1 2 3 4 ഗ്രൗണ്ട് ഉൾപ്പെടെ 4 ഇതാ വരുന്നത്. അപ്പം അവിടെ എന്ന് പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചിലങ്കയുടെ ശബ്ദം കേൾക്കും. എനിക്ക് തോന്നുന്നു ഞാൻ അത് ഓർത്തത് എപ്പോഴെന്ന് പറഞ്ഞാൽ ഫസ്റ്റോ സെക്കൻഡോ വീഡിയോയിൽ ആരോ കമൻറ്റിൽ ഇട്ടിരുന്ന് അവരെ വീടിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ ഇങ്ങനെ പോകുന്ന സൗണ്ട് കേൾക്കുമെന്നുള്ളത്. അപ്പം എനിക്ക് അപ്പോഴാണ് ഓർമ്മ വന്നോ ഇത് എനിക്കുണ്ടല്ലോ അനുഭവമെന്നുള്ളത്. സോ അവിടെ എന്ന് പറയുമ്പം അത് ഞാൻ ഉറപ്പിച്ച് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട്. നമ്മൾ ഇത് വരുന്ന അപ്പാർട്ട്മെൻറ്റ് വരുന്നതെന്ന് പറയുമ്പം ഫസ്റ്റ് ഗ്രൗണ്ട് സെക്കൻഡ് എടുത്തില്ലേ ആ ഫ്ലോറിലാണ് നമ്മൾ ഇത് വരുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിനെ ഞാൻ ഒന്നെന്ന് പറയാം. ഓക്കെ, എനിക്കല്ലെങ്കിൽ ഫുള്ള് ഇതാവും. ഗ്രൗണ്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ടെറസ്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മൾ ഇത് വരുന്നത് അപ്പാർട്ട്മെൻറ്റ് വരുമ്പോഴത്തേക്ക് അതിനകത്തിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ശബ്ദം ചെറുതായിട്ട് കേൾക്കും ഇങ്ങനെ നടക്കുമ്പോൾ. മനസ്സിലായി. അപ്പോൾ സോ ഞാൻ അപ്പോൾ അവിടെ നിൽക്കുമ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോയ്സൊക്കെ കേൾക്കും. അപ്പോൾ ഞാൻ വിചാരിക്കും അത് ഇവിടെ വണ്ടിയൊക്കെ പോകുന്ന റോഡിൽ. അപ്പോൾ അങ്ങനെയാണ്. ഒരു ദിവസം നൈറ്റ് താഴെ അടി കൂടിയിട്ട് ഞാൻ മേളിൽ പോയി കിടന്നു. ടെറസിൽ ഒരു ബെഡ് ഉണ്ട് കേട്ടോ. എനിക്ക് ആലോചിക്കുമ്പോൾ എന്തിനും അവിടെ പോയി കിടന്നതെന്ന് ആലോചിക്കും. അപ്പോൾ ആ ബെഡിൽ ഞാൻ മാത്രമല്ല, എനിക്ക് 2 കുഞ്ഞു പട്ടികളുണ്ട്. അപ്പം 2 പേരെയും കൊണ്ട് ഞാൻ മേളിൽ പോയി. അപ്പം ആദ്യം ഞാൻ എന്ത് ചെയ്ത് അവന്മാർക്കുള്ള ഫുഡും വെള്ളവും ഇതൊക്കെ ഒഴിക്കാനായിട്ട് പാത്രമായിട്ട് ഒരു കവറ്, ഇതിൽ പിന്നെ ബ്ലാങ്കറ്റ്, ബെഡ്ഷീറ്റ്, തലയോണ, ഇങ്ങനെ പില്ലോ കവർ എല്ലാം ആയിട്ട് മേളിൽ പോയി. ആദ്യം ഇതുകൊണ്ട് വെച്ച്. അപ്പോഴേ എനിക്ക് എന്താ ഒരുമാതിരി ഉണ്ടായിരുന്നു മേളിൽ കയറി. പിന്നെ താഴെ അടി കൂടിയിട്ട് കഴിഞ്ഞാൽ അവിടെ കിടക്കാനും പറ്റത്തില്ല. അപ്പം മേളിൽ പോയിട്ട് അതെല്ലാം സെറ്റ് ചെയ്തിട്ട് വീണ്ടും താഴെ വന്ന് ഇവന്മാർ 2 പേരും എടുത്തുകൊണ്ട് ഷിറ്റ്സ് വരേണ്ട ചെറുതല്ല 2 പേരെയും മേളിൽ എടുത്തുകൊണ്ട് പോയി 2 സൈഡിലേക്കിട്ട് എല്ലാം സെറ്റ് ചെയ്ത് കിടന്നു. നൈറ്റ് ആയപ്പോഴത്തേക്കും സൗണ്ട് ഇങ്ങനെ കേൾക്കാം ചിലങ്കയുടേത്. ഇത് പറയുമ്പം ലൈക്ക് നിർത്തിയല്ല ഇങ്ങനെ ഒരാൾ നടക്കുമ്പോൾ, നമ്മളിപ്പോൾ നടക്കുമ്പോൾ സൗണ്ട് കേൾക്കത്തില്ല. ഒരാൾ ഡാൻസർ നടക്കുമ്പോൾ, നമ്മൾ ഈ ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ ഡാൻസേഴ്സ് ചിലങ്കയിട്ട് നടക്കുമ്പോൾ ശബ്ദം കേൾക്കില്ല, അതേപോലെയാണ്. അത് മേളിൽ നന്നായിട്ട് കേൾക്കും ക്ലിയറായിട്ട്. അപ്പോൾ സെക്കൻഡ് ഡേ ആയപ്പോഴത്തേക്കും എനിക്ക് ശരിയായത്. സെക്കൻഡ് ഡേ ആയപ്പോഴത്തേക്കും ഇതേപോലെ അടി കൂടി ഞാൻ സെക്കൻഡ് ടൈം ഇതേപോലെ അടി കൂടിയിട്ട് മേളിപ്പോയി. അതേ ധൈര്യത്തിൽ പോയി കേട്ടോ. മേളിപ്പോയി ഈ സാധനം കൊണ്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അവിടെ അശ വിരിച്ചിട്ടുണ്ട് കേട്ടോ. എന്ന് പറയുമ്പം ഈ നമ്മൾ തുണി എടുത്തില്ലേ അത് വച്ചിട്ടുണ്ട്. അപ്പം അവിടെ ഉള്ളവരെന്ത് ചെയ്യും, തുണി വിരിച്ചിടും.
ഞാൻ മേളിൽ കയറി പോയപ്പോഴത്തേക്ക് ഈ സാധനം എല്ലാം ഉണ്ട്. ഇതേ ഞാൻ പോകണമെന്ന് പറയുമ്പോൾ തോളത്തിന് 2 ഷീറ്റ്, 2 തലയണ, എനിക്ക് 2 തലയണയൊക്കെ ഉണ്ട്, 2 തലയണ, കയ്യിൽ ഒരു കവറ്, ബാഗ്, ഇവന്മാരെ എടുത്തോണ്ടുണ്ട്. അപ്പം ഇങ്ങനെ കൊണ്ടുപോയിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ ഇങ്ങനെ ബെഡിൻ്റെ അവിടെ വെച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഓപ്പൺ ടെറസിൻ്റെ അവിടെ മുകളിൽ ഷീറ്റ് ഇട്ടിട്ട് ഗ്രില്ല് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഇത് ഇട്ടിട്ട് അവിടെ ഇത് വയ്ക്കണ സമയത്ത് എനിക്ക് എൻ്റെ മനസ്സിങ്ങനെ പറയുന്നത് ഇവിടെ ഞാൻ അല്ലാതെ വേറെ ആരോ ഉണ്ട്, നമുക്ക് തിരിച്ചു അപ്പം ഞാൻ ഇല്ല പോകത്തില്ല എന്നുള്ള രീതിക്ക് അവിടെ വച്ചിട്ട് തിരിഞ്ഞു വന്നിട്ട് നോക്കിയതും ബെഡ്ഷീറ്റായിരുന്നു കേട്ടോ. അത് വന്നപ്പോൾ ഒരാൾ നിൽക്കുന്ന പോലെ കറക്റ്റ് ഒരാളെ മേളിൽ കൂടെ ഒരു ഷീറ്റ് കൂടെ ഇങ്ങനെ ഇരിക്കും. അതേപോലെ ഞാൻ ഇങ്ങനെ നിൽക്കുക, ഞാൻ ഇങ്ങനെ പോയിട്ട് ലെഫ്റ്റ് എടുത്താലേ താഴോട്ട് പോകണത്. ഇവിടെ ഈ സാധനം ബെഡ്ഷീറ്റ് ഇങ്ങനെ നിന്നിട്ട് പേടിക്കില്ല, മനസ്സിലായി. ഞാൻ ഇങ്ങനെ പുറമെ പേടി കാണിച്ച് അതിന് മനസ്സിലെനിക്ക് പേടിയാവും. ഞാൻ ഭയങ്കര ഇതായിട്ട് നിന്നിട്ട് ഞാൻ എന്ത് ചെയ്ത് താഴോട്ട് പോയി ഇവന്മാരെടുത്തിട്ട് വന്നിട്ട് എനിക്ക് അങ്ങോട്ട് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. ഒരുമാതിരി എന്താ വേറൊരാളുണ്ട്, ഭയങ്കര ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യുന്നു എനിക്ക്. മേളിൽ നിന്ന് ഞാൻ ആരെ വിളിക്കാനായിട്ട് ആരെയും വിളിച്ചിരിക്കാൻ പോലും ആരുമില്ല. അപ്പം ഇപ്പോഴും ഓർമ്മ ഞാൻ ഇങ്ങനെ ആയിരിക്കും താഴെ ഇറങ്ങി പോയാലോ എനിക്ക് പിന്നെ എന്തെന്നോ എനിക്ക് ഒട്ടും പറ്റിയില്ല. കാരണം അവിടെ സൗണ്ടും കേൾക്കുന്നുണ്ട്, ഒരാളെ ഒരു പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഒരാൾ നടക്കുന്ന പോലെ അപ്പുറത്തെ സൈഡ് ഒരാൾ നടക്കുന്നുണ്ട് എന്ന പോലെ എനിക്കിങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുന്നു. ആ ടൈം ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ആലോചിക്കണേ ഒറ്റ ട്രിപ്പിൽ താഴെ പോടാം, വീണ്ടും രണ്ടാമത് വന്ന് എടുക്കാനുള്ള ഒരു ആരോഗ്യം എനിക്കില്ല. ഞാൻ ആദ്യം ലഗേജില്ല അതിനെ ഞാൻ ബാഗ് പോലെ ആക്കിയിട്ട് ഷീറ്റെല്ലാം കൂടെ മടക്കി ഒറ്റ കൈ തന്നെ ഷീറ്റെല്ലാം കൂടെ കയ്യിൽ ഞാൻ ഒറ്റ കയ്യിൽ മടക്കി വെച്ചിട്ട് ഞാൻ അല്ലെങ്കിൽ ഇവന്മാരെ എടുത്തുകൊണ്ട് പോകണമെന്നാണ്. ഒന്ന് ഒട്ടും കനയില്ല, ഒന്നിന് നല്ല കനമുണ്ട്. അപ്പം ഇങ്ങനെ എടുക്കും ഞാൻ എന്തെങ്കിലും ഒറ്റ കൈ കൊണ്ട് എടുത്ത് ഒന്നിനെടുത്ത് ഇടുപ്പേന്ന് വെച്ചിട്ട് അതിനെ പറ്റി കൊച്ചുള്ളവർ എടുത്ത് വെച്ചേക്കുക. അതേപോലെ എടുത്ത് വെച്ചാൽ മറ്റേ ഇതിൽ കയ്യിൽ ഷീറ്റുണ്ട്. ഞാൻ പറഞ്ഞു മക്കളെ വാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെച്ചിട്ട് 2 നിലപ്പിച്ച് ഇറങ്ങി പോവുക. പക്ഷേ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടാ ആ ഇറങ്ങിയ ടൈമിൽ ഞാൻ അത് കണ്ട് ഒരാൾ അതെന്ന് പറയുമ്പോൾ അവിടെ 2-3 ഷീറ്റൊക്കെ വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഷീറ്റിൽ രണ്ടാമത് പോയി താഴോട്ട് ഇറങ്ങാൻ പോയപ്പോൾ അവിടെ ഒന്നുമില്ലായിരുന്നു ആ ഷീറ്റിൻ്റെ പക്ഷേ ആ ഗ്രില്ലിൻ്റെ അവിടെ എന്തോ പോലെയായിരുന്നു എനിക്ക്. ഞാൻ ആലോചിച്ച് ഫസ്റ്റ് ഡേ എന്തുകൊണ്ടായിരിക്കും പേടിയാവാത്ത അധികം എന്നുള്ള ഞാൻ രീതിയിൽ തിങ്ക് ചെയ്ത്. അപ്പം എനിക്ക് മനസ്സിലായി 2 കുട്ടിക്കുട്ടന്മാരുണ്ട് എൻ്റെ ഉള്ളിൽ, എൻ്റെ 2 മക്കളുണ്ടായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നത് ഞാൻ ഇത് കണ്ടിട്ടുണ്ടെന്ന് പറയുമ്പം ഈവിളല്ലെങ്കിൽ ഇങ്ങനത്തെ നെഗറ്റീവ് സ്പിരിറ്റ് സോൾസിനൊന്നും ഇവർക്ക് കാണാൻ പറ്റും, ഇതിനൊന്നും ഇവർ അടുപ്പിക്കത്തില്ല. അങ്ങനെ ഓണേഴ്സിൻ്റെ അടുത്ത് അങ്ങനത്തെ സ്പിരിറ്റോ അങ്ങനത്തെ എന്തെങ്കിലും വരുവാണെങ്കിൽ ഇവർ ഭയങ്കരമായിട്ടും ഇത് കുറച്ച് നിൽക്കും. അതേപോലെ ഇവർ സ്വപ്നത്തിൽ എന്തൊക്കെയോ ഫൈറ്റ് ചെയ്യുന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, അത് ഞാൻ അതിന് കണ്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്നും പറയണം. സോ എൻ്റെ ഒരു വിശ്വാസം ഫസ്റ്റ് ഡേ എനിക്ക് അത്രയും പേടി വരാത്തത് ഒന്നാമത്തെ ഇവന്മാരുള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നു അങ്ങനെയാണെന്ന് തോന്നി. ഇവന്മാർ ഒന്നാമത്തെ 2ാമത്തെ ദിവസം ഞാൻ പോയില്ല, അന്ന് വെള്ളിയാഴ്ച ആയിരുന്നു. പിന്നെ തേഴ്സ്ഡേ ആണ് ഞാൻ ഫസ്റ്റ് ഡേ ഞാൻ പോയെന്ന് പറഞ്ഞില്ല. ആ ടൈമിൽ ഇവന്മാരുള്ളതുകൊണ്ട് എനിക്ക് അത്രയും പേടിയായില്ല. പിന്നെ ഇവന്മാരെന്തോ ഭയങ്കര കൂളായിട്ട് അവിടെ നിന്നു. പക്ഷേ 2ാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ ഇവന്മാർ അവിടെ നിന്നിട്ട് ചാടി ഇറങ്ങുമോ ബെഡിൽ നിന്ന്, മറ്റേ ബെഡിൽ തന്നെ ഇരിക്കും. ഇവന്മാർ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം ഇവന്മാർ ചാടി ഇറങ്ങുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. എനിക്ക് ഇവൻ്റെ ബാക്കിൽ നിന്ന് ഓടാനായിട്ട് അങ്ങോട്ടിപ്പം പോകുന്നു. എനിക്കിപ്പോൾ പേടിയാവുന്നത് ഈ ബെഡ്ഷീറ്റൊക്കെ കിടക്കും. ഞാൻ പിന്നെ അങ്ങോട്ട് പോയില്ല, വെച്ചാൽ അവൻ ഇങ്ങോട്ട് വരാനായിട്ട് അവൻ്റെ പേരെന്ന് വെച്ചിട്ട് ഇപ്പം വരുന്നില്ല. അപ്പം ആ ഒരു ടൈമിൽ ഞാൻ വല്ലാണ്ടൊന്ന് പേടിച്ചു പോയി. എനിക്ക് തോന്നുന്നു അത് ഒറ്റയ്ക്കും കൂടെ ആയതുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചു. ഈ കഴിഞ്ഞ അപ്പാർട്ട്മെൻറ്റ് ഇവിടുത്തെ കൊച്ചിയിലെ അപ്പാർട്ട്മെൻറ്റ് കഥയൊക്കെ പറയുമ്പോൾ ഇവിടെ കൂടെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് ഒട്ടും പേടി ഉണ്ടായിരുന്നു. ബട്ട് കൂടെ ആളുണ്ടല്ലോ എന്നുള്ള രീതിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. 3ാമത്തെ ഇൻസിഡൻ്റാണ് എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ നേരിട്ട് കാണുക എന്നുള്ളത്. ഇതിനപ്പുറം ഞാൻ എനിക്കിങ്ങനെ ഇത് കാണാൻ പറ്റുമെന്ന് ഞാൻ തിരിച്ചു പറഞ്ഞത് ഫസ്റ്റ് ആ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഈ 3ാമത് ഇനി പറയാൻ പോണ ഒരു ഇൻസിഡൻ്റാണ്. സോ അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് പറയുമ്പോൾ ഈ കമൻറ്റ് ബോക്സിൽ വന്ന് തെറി വിളിക്കലും കമൻറ്റ് ബോക്സിൽ വന്ന് ഓരോന്നും പറയലും കളിയാക്കലൊക്കെ ഭയങ്കര എളുപ്പമാണ്, മനസ്സിലാക്കുക. കാരണം ഇത് ഇങ്ങനെയൊന്ന് പറയുന്നെങ്കിൽ നല്ല പാടാണ്, ആർക്കും ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളൊന്ന് ആലോചിച്ച് എന്തിനിങ്ങനെ കളിയാക്കുന്ന തൊട്ട് എന്തിനീ തെറി വിളിക്കുന്നത്? മോശം. ഞാൻ കമൻറ്റ് തിരിച്ച് തെറി വിളിക്കത്തൊന്നുമില്ല, പക്ഷെ മനസ്സിൽ വിളിക്കും കേട്ടോ. സോ അടുത്ത എന്താ, ഇത് വിശ്വാസമുള്ളവർ ഞാൻ വീണ്ടും പറയും, ഞാൻ ഇതിനകത്ത് ആരടുത്ത് ഞാൻ പറയുന്നില്ല, ഞാൻ ഫോഴ്സ് ചെയ്യുന്നില്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് ഇത് നീ വിശ്വസിക്കുക, ഈ സംഭവം ഉണ്ടോ നീ വിശ്വസിക്കുക, ഞാൻ അടിച്ച് നിങ്ങളുടെ താഴത്ത് ഞാൻ പറയുന്നില്ല.
ഇത് അനുഭവം ഉള്ളവർക്ക് അറിയാം ഞാൻ പറയുന്നതും. അപ്പോൾ അവർക്കിത് റിലേറ്റ് ആവും. അവർ ഇതുവഴി ഈ ഒരു സെയിം സിറ്റുവേഷനിൽ കൂടെ അവർ പോയിട്ടുണ്ടെങ്കിൽ അവർ പറയും ആ ചേച്ചി ഇതേപോലെ എനിക്കുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ കഥ ഷെയർ ചെയ്യണേ. അല്ലെങ്കിൽ അവരുടെ അടുത്ത് പറയില്ല എടാ നീ ഉണ്ടാക്കി കഥ പറയാതെ. അങ്ങനെ കുറേ ഇടം ഞാൻ ആരുടെ അടുത്തും പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ നിങ്ങൾ കാണണ്ട, പിന്നെ എന്തിനാ ഇങ്ങനത്തെ വീഡിയോ കാണുന്നത്, ഇതിനകത്തൊന്നും വിശ്വാസമില്ലെങ്കിൽ. ഫസ്റ്റ് ഒന്നും എനിക്ക് പറയില്ല സീരിയസ്ലി. കുറേ ആൾക്കാരിൽ ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻറ്റഡാണ്. ഓരോ ആൾക്കാരൊന്ന് കമൻറ്റ് ഇടണേ ആയാലും ഞാൻ അവരുടെ അടുത്ത് എന്തോ ഇതിനകത്ത് വിശ്വസിക്കുക ഇതൊക്കെ ഉള്ള അവരൊന്നും എൻ്റെ ഇതൊക്കെ ചുമ്മാ തള്ള, ഞാൻ ഡ്രഗ്സാണ്, ഞാൻ മറ്റേതാണ്, ഞാൻ ഇയാളടുത്ത് പറഞ്ഞ എൻ്റെ വീഡിയോ ഇരുന്ന് കാണുക, ഇതിരുന്ന് കമൻ്റ് അടിയും മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ. ഇല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടാൽ മതി, ഇല്ലെങ്കിൽ കാണണ്ട. സോ ഞാൻ ഫസ്റ്റ് എക്സ്പീരിയൻസ് പറഞ്ഞുതരാം. അതെന്ന് പറയണത് എനിക്ക് തോന്നുന്നു ഞാൻ +1 +2 ആണ് കേട്ടോ. ആ ടൈമിൽ ബാഡ്മിൻ്റൺ കളിക്കാൻ പോകുന്ന ടൈമാണ്. ആ സമയത്ത് ആ ടൈമിൽ തന്നെ ട്രിവാൻഡ്രത്തുള്ള വേറൊരാളെ വീട്ടിൽ നിന്ന ടൈമിൽ, ഓക്കെ, വാടകയ്ക്ക് റെൻറ്റിന് നിന്ന ടൈമിലാണ് നമ്മൾ എൻ്റെ അമ്മൂമ്മ മരിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് മാറി. അപ്പം വേറൊരു വീട്ടിൽ പോയപ്പം ഞാൻ ഫസ്റ്റ് ടൈം ഇത് കണ്ട്. ഒരു ദിവസം ഞാൻ മോർണിംഗ് ബീച്ച് സെക്ഷൻ കഴിഞ്ഞിട്ട് വന്ന ടൈം. സോ എനിക്ക് നല്ല ഓർമ്മ. ഞാൻ ബീച്ച് സെക്ഷൻ കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് വന്ന് കിടന്ന് ഫോണും നോക്കി വന്ന് കിടന്നിട്ട് ഉറങ്ങിപ്പോയി അങ്ങനെ. എന്നിട്ട് ഉച്ചയ്ക്ക് എണീറ്റ് അടുത്ത് ഇനി പോകാനായിട്ട് നേരത്തെ ഫുഡ് കഴിച്ച് ഇറങ്ങുമായിരിക്കും. അച്ഛൻ എനിക്കൊന്ന് വെളിയിലെന്തോ പോയി ഫുഡ് വാങ്ങാൻ പോയ ടൈമിലാണ് ഞാൻ ഇങ്ങനെ കിടക്കുക. ലിവിങ് റൂമിലാണ് കേട്ടോ. അപ്പോൾ നേരെ ഇങ്ങനെ കിടന്നിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ ഫോൺ നോക്കുമ്പോൾ എനിക്കിങ്ങനെ കാണാം സൈഡിൽ കൂടെ ഒരു ബ്ലാക്ക് സാവരം ഇങ്ങനെ പോകുന്നു എൻ്റെ ഫ്രണ്ടിൽ കൂടെ വെളിയിലോട്ട്. എനിക്കത് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട് ആ സാധനം പോയത്. ബ്ലാക്ക് ഷാഡോയിൽ ഒരാൾ രൂപം പോലെ. എന്നിട്ട് എനിക്കൊന്ന് എന്നിട്ട് വലിയ കാര്യമാക്കിയില്ല കേട്ടോ. ഞാൻ അപ്പോൾ വിചാരിച്ച് നമ്മളിങ്ങനെ കുറേ എന്നിട്ട് സാധനം നോക്കിയിട്ട് ഇങ്ങനെ പോകത്തില്ല, അതാണെന്ന് വിചാരിച്ചു. പിന്നെ നൈറ്റ് അന്നത്തെ ദിവസം ഒരു സ്വപ്നം കണ്ട് കുറേ ബ്ലാക്ക് രൂപങ്ങൾ വന്നിട്ട് എൻ്റെ അടുത്തോട്ട് ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്നിട്ട്. പക്ഷെ അവർ ഭയങ്കര നൈസായിട്ട് എന്നോട് സംസാരിച്ചു. എന്നെ പേടിപ്പെടുത്താനോ അങ്ങനെ സ്കെയറി ആയിട്ടുള്ള രീതിക്കല്ല. ഒരു ബ്ലാക്ക് ഷാഡോയിൽ ഇങ്ങനെ കുറേ രൂപം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ബട്ട് അവരെൻ്റെ അടുത്ത് വന്നിട്ട് ഭയങ്കര സ്വീറ്റായിട്ട് എന്തോ സംസാരിക്കുന്നുണ്ട്. എനിക്ക് പക്ഷേ ഇപ്പോൾ അത് ഓർമ്മയില്ല. ഞാൻ സമയത്ത് എന്തോ ഇങ്ങനെ ചോദിച്ചത്, എന്നെ കണ്ടല്ലേ അങ്ങനെ എന്തോ എന്നോട് ചോദിച്ചു. എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് ടൈമിൽ കാണണം. അപ്പം എനിക്ക് കണ്ടത് തോന്നുന്നു എൻ്റെ അടുത്ത് ചോദിച്ചെന്ന് തോന്നുന്നു. എൻ്റെ അടുത്ത് ഇങ്ങോട്ട് എന്തോ ക്വസ്റ്റ്യൻ പോലെ ചോദിച്ചു, നിനക്ക് നമ്മളെ കാണാൻ പറ്റുന്നുണ്ടല്ലോ, പറ്റുന്നുണ്ടോ, ഇങ്ങനെ പറ്റുന്ന അങ്ങനെ എന്തോ ചോദിച്ചു, എന്ത് കഴിവ് അങ്ങനെ എന്തോ എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പം ഞാൻ അപ്പോൾ ഇരുന്നിട്ട് ഞാൻ ഒന്നും മിണ്ടുന്നില്ല തിരിച്ച്. ഞാൻ അപ്പോൾ ഒന്നും മിണ്ടാത്തപ്പോൾ എൻ്റെ അടുത്ത് നീ ഉത്തരം പറ, എനിക്കറിയാം നിനക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ട്, നീ ഉത്തരം പറ. എനിക്ക് ആ സ്ഥലം നല്ലൊരു ഉത്തരം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ അറിയാതെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവരെന്ത് ചെയ്ത് അവരെല്ലാവരും തിരിച്ചു പോയി. ഞാൻ വീണ്ടും വേറെ ഏതോ പറക്കുള്ള സ്വപ്നമൊക്കെ കണ്ടു, അത് കിട്ടി. സോ അതിനുശേഷം എന്ന് പറയുമ്പം എനിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ചുമരിലൊക്കെ നോക്കുമ്പോൾ ഒരു വൈറ്റ് കളർ ഷാഡോ ഒക്കെ ഇങ്ങനെ നീങ്ങുന്നത്, ബ്ലാക്ക് ഷാഡോ വൈറ്റ് ഷാഡോ. എനിക്ക് പക്ഷേ ഇത് അറിയത്തില്ല, ബ്ലാക്ക് ആണോ നല്ലത് വൈറ്റ് ആണോ നല്ലത് അങ്ങനെയൊന്നും അറിയത്തില്ല. ഞാൻ പറഞ്ഞിങ്ങനെ ബ്ലാക്ക് ഷാഡോ നീങ്ങുന്നതായാലും വൈറ്റ് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കിങ്ങനെ അറിയാൻ പറ്റും. എനിക്ക് അതിന് ശേഷമാണ് എനിക്കിത് അറിയാൻ പറ്റുന്നത്. അതിന് മുമ്പ് എനിക്ക് അറിയാൻ പറ്റുമെന്ന് വെച്ചില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം കാണും ഇങ്ങനെ ഓരോ അമ്പലത്തിൽ അവിടെ മരിച്ചുപോയ ആൾക്കാരെയൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം. ഞാൻ ആ കഥ വേണമെങ്കിൽ ഒരു ദിവസം പറയും. എനിക്ക് എണീറ്റ് കരഞ്ഞ ദിവസമുണ്ട് അതിപ്പോൾ പറയണോ വേണ്ടല്ല. അത് നല്ലൊരു കഥയാണ്, മനസ്സിലായി. നല്ലൊരു കഥയെന്ന് പറഞ്ഞാൽ ഞാൻ എണീറ്റ് ഭയങ്കര സന്തോഷത്തോടെ കരഞ്ഞൊരു ദിവസം, ഉറക്കത്തിൽ നിന്ന് എണീറ്റ്. കാരണം ഞാൻ അത്രത്തോളം ആഗ്രഹിച്ചിരുന്ന ഒരാളെ ഞാൻ കരഞ്ഞു. സോ ഇത്രയുള്ള വീഡിയോ. ഞാൻ അത് പിന്നെ ഒരു ദിവസം വേറെ ദിവസം പറയാം ആ കഥ. ഞാൻ കരയും, ഞാൻ അത് ആലോചിക്കുമ്പോൾ ഞാൻ കരയും. കാരണം ഞാൻ അതിനകത്ത് എല്ലാവരെയും കണ്ടു. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കാരണം ഇനി വൈൻഡ് അപ്പ് ചെയ്യട്ടെ. കാരണം ഇല്ലെങ്കിൽ എനിക്ക് വേണ്ടി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. ഇവിടെ അപ്പൂപ്പന്മാരൊക്കെ ഇങ്ങോട്ടും കൂടെ നടക്കുന്ന സ്ഥലം, മാമന്മാരൊക്കെ അവരെല്ലാവരും കൂടെ ഒരു സ്ഥലത്തോട്ട് കൂടി നിൽക്കുന്നു. എനിക്ക് ഡിസ്റ്റർബൻസ് ആവാതിരിക്കാനാണെന്ന് തോന്നുന്നു. അവർ പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അവിടെ കൂടി നിൽക്കും, എനിക്കറിയത്തില്ല. പക്ഷെ എന്തായാലും ഇപ്പം നിന്ന് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങനെ നോക്കിയിട്ടു ഇങ്ങനെ ഡിസ്റ്റർബൻസ്. സോ എല്ലാവർക്കും ഇത് റിലേറ്റ് ചെയ്യണമെന്നില്ല. ഞാൻ വീണ്ടും പറയുന്നത് കുറേ ആൾക്കാർക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. പക്ഷേ എക്സ്പീരിയൻസ് ചെയ്തില്ലെങ്കിൽ നല്ലതായിരിക്കും ചിലപ്പോൾ, മനസ്സിലായി. നിങ്ങൾ താമസിക്കുന്ന ഇടം നല്ലതായിരിക്കും, നിങ്ങൾ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങളതൊരിക്കലും ഇതൊക്കെ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവർ പുച്ഛിക്കുകയും അപമാനിക്കുകയും ചെയ്യരുത്.
കാരണം എന്താ, നിങ്ങളൊന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എല്ലാം ആരത്തെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടും, എവിടെന്നെങ്കിലും ഇതേപോലെ ആൾക്കാർ പറയും. അപ്പോൾ ഇങ്ങനെ ഇത് പറയുന്ന ആൾക്കാർക്ക് ഒരു വേള പോടാ അതിൽ നിന്ന് തള്ളാതടാ എന്നൊന്നും പറയാൻ നിൽക്കരുത്. കാരണം അത് നിങ്ങൾക്ക് വരുമ്പോഴാണ് മനസ്സിലാവില്ല ആ സിറ്റുവേഷൻ. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അതിൻ്റെ ചെയ്യാം. സോ ടാറ്റ ബൈ ബൈ.